ഹലോ ഡിയേഴ്സ്, അപ്പം ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മളെ ഫാമിലിയിൽ 1-2 ഫംഗ്ഷൻസ് വരാറുണ്ട്. ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടിയെ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു ചടങ്ങുണ്ട്. അതേപോലെ തന്നെ മാരേജ് വരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇത് പുറത്ത് പോയിട്ടുള്ളത്. അപ്പോൾ അതിന് തന്നെ അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കണം. അപ്പോൾ അതിന് നമ്മൾ മലബാർ ഗോൾഡിലാണ് പോയിട്ടുള്ളത്. അങ്ങനെ അവിടേക്ക് പോയി അവിടുന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ട്രെൻഡ്സിലേക്കാണ് പോയത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, വാവക്കൊക്കെ ട്രെൻഡ്സിൻ്റെ ഡ്രസ്സേ പറ്റൂ, വേറൊരു ടൈപ്പിലെ ഒരു നെറ്റ് ടൈപ്പോ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. നോർമൽ ഡ്രസ്സേ ഇടൂലൂ കല്യാണത്തിന് എന്തിനായാലും. അപ്പം പിന്നെ അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിക്കാൻ എന്ത് നല്ല മോഡൽ കിട്ടുമോ നോക്കാൻ വേണ്ടി നമ്മൾ പയ്യനൊരു ട്രെൻഡ്സിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ദാഹിച്ച് തൊണ്ടൊക്കെ പൊട്ടി ആകെ വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് തലവേദന ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടിലൊരു കോഫി കുടിച്ചു. ഇവർ രണ്ടും എന്തോ ലൈമ് കുടിച്ചു. അതിന് ശേഷം നമ്മൾ ട്രെൻഡ്സിലേക്ക് പോയി. അപ്പോൾ ട്രെൻഡ്സിലേക്ക് ഏട്ടൻ നോക്കി, ഏട്ടന് അത് പാൻറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കാമെന്ന് വെച്ചാൽ ഏട്ടൻ മുകളിലത്തെ നിലയിലേക്ക് പോയി. നമ്മൾ താഴെ തന്നെ കിഡ്സിൻ്റെ ലേഡീസിൻ്റെ സെക്ഷൻ താഴെയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കി. ഞാൻ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. സാരി ഏതായാലും ഇല്ല. സാരി ഉടുക്കാൻ ആദ്യമൊക്കെ ഏത് കല്യാണം വരുമ്പോൾ സാരി ഉടുക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഒരു മടി കൊണ്ട് ചുരിദാറിൽ തന്നെ എത്തും. അപ്പം റെഡിമെയ്ഡ് വാങ്ങിക്കുന്നില്ല, മെറ്റീരിയൽ വാങ്ങിച്ചത് തയ്ക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനിവിടെ നോക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഒന്ന് നോക്കി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ വാവേൻ്റെ കിഡ്സ് സെക്ഷനിലേക്കാണ് ആദ്യം വന്നത്. നല്ല ഫ്രോക്സും കാര്യം ഇതൊക്കെ ഓരോന്ന് കാണിക്കുമ്പോൾ ഇതെനിക്ക് ചൂടെടുക്കും, ഇതെനിക്ക് തറക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതിങ്ങനെ ഒരു ഡ്രസ്സാണ് എടുത്തത്. അവൾക്ക് ഇഷ്ടമുള്ള ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം നിർബന്ധിക്കാനൊന്നും പോയില്ല. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമെടുത്തു. ഞാനും പിന്നെ വെറുതെ നമ്മളെന്തായാലും ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഒന്ന് കണ്ണാടിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കി എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് എല്ലാം നോക്കി അവസാനം അവിടെ നിന്ന് ബില്ല് ചെയ്തു. ഏട്ടനവിടുന്ന് ഡ്രസ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജെൻസിൻ്റെ ഒരു ഷോപ്പ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത ഷോപ്പിലേക്ക് പോയേനെ. ഒരുപാട് കറങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടന്. അപ്പോൾ ഒരു സ്ഥലത്ത് പോയി ആ ചുറ്റുപാട് നിന്ന് എല്ലാവർക്കും പറ്റിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്ന് വെച്ചാൽ. അപ്പോൾ ഏട്ടന് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഏട്ടന് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തു. അതിനുശേഷം ഞാനും ചുരിദാർ മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടി പോയി. ഒരുപാട് വർക്കിലൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും കല്യാണമൊക്കെ അതുകൊണ്ട് അത്യാവശ്യം ഉണ്ട്. പിന്നെ മുമ്പെടുത്തൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാ കല്യാണത്തിന് മെറ്റീരിയൽ ഉണ്ടായിരുന്നു, അത് ഏതാ കല്യാണത്തിനുണ്ട് തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഇതെടുത്ത് വന്നു. ഇതിലൊന്നൊക്കെ തലേന്നിടും അല്ലെങ്കിൽ പിറ്റേന്നിടും അങ്ങനെയൊക്കെ ആയിട്ട് അതിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് നോക്കി അത് ഏതാ ഭംഗിയെന്ന് വെച്ചാൽ അത് കല്യാണത്തിടാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ തിരക്കാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഫംഗ്ഷൻ, നേരത്തെ പറഞ്ഞ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഫുള്ള് ബിസിയാണ്. വ്ളോഗ്സൊക്കെ ഇടാട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.